നമ്മൾ പാലപ്പവും ദോശയും ഒക്കെ ഉണ്ടാക്കിയ ശേഷം ബാലൻസ് വരുന്ന മാവ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും. പിറ്റേ ദിവസം അത് പുറത്തെടുത്ത് അതിൻ്റെ തണുപ്പ് മാറ്റിയ ശേഷം ഉണ്ടാക്കാൻ നോക്കിയാലും ആദ്യത്തെ ദിവസം ഉണ്ടാക്കിയതുപോലെ പെർഫെക്റ്റ് ആയി കിട്ടില്ല. ഒരു കുക്കറിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഈ മാവ് അടച്ച് അതിനുള്ളിലായി വെച്ചു കൊടുക്കുക. ഇനി കുക്കറിൻ്റെ അടപ്പൂടി അടച്ചു കൊടുത്ത് അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക. ഇങ്ങനെ അരമണിക്കൂർ മാത്രം വെയിറ്റ് ചെയ്തതിന് ശേഷം മാവ് പുറത്തെടുക്കുക. മാവ് പൊങ്ങി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മാവ് വെച്ച് നമുക്ക് ആദ്യത്തെ ദിവസം ഉണ്ടാക്കിയതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചൂടായ പാനിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് വട്ടം ചുറ്റിച്ചെടുക്കുക. നല്ലതുപോലെ ഹോള് വന്നതിന് ശേഷം മാത്രമേ അടപ്പടച്ചു കൊടുക്കാവൂ. 2 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പല ദിവസത്തേക്കുള്ള മാവ് ഒരുമിച്ചരച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നവരാണെങ്കിൽ അതാത് ദിവസത്തേക്കുള്ള മാവ് മാത്രമേ ഇങ്ങനെ പുറത്തെടുത്ത് തണുപ്പ് മാറ്റിയെടുക്കാവൂ. ഓരോ ദിവസവും ഇങ്ങനെ പുറത്തെടുത്ത് തണുപ്പ് മാറ്റിയ ശേഷം അപ്പം ഉണ്ടാക്കി ബാലൻസ് വരുന്ന മാവ് വീണ്ടും വീണ്ടും ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കരുത്. അങ്ങനെയാണെങ്കിൽ അപ്പത്തിന് പുളി കൂടിപ്പോവും. അതാത് ദിവസം വേണ്ട മാവ് മാത്രം പുറത്തെടുത്ത് ഇങ്ങനെ തണുപ്പ് മാറ്റിയ ശേഷം ഉണ്ടാക്കിയെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് തന്നെ കിട്ടും.